ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആദ്യം തന്നെ എന്നെ എൻ്റെ കുടുംബത്തെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയ അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് സജ്ന. ഞാൻ വരുന്നത് വടക്കേക്കര സെൻറ്റ് മേരീസ് ഇടവക ദേവാലയത്തിൽ നിന്നാണ്. ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് മാർച്ച് 26, 2025 ഉടമ്പടി എടുക്കാനുള്ള കാരണം, ഞാൻ ആ സമയം +2 കഴിഞ്ഞ് ജർമ്മനിക്ക് പോകാൻ വേണ്ടിയിട്ട് ലാംഗ്വേജ് പഠിച്ച് എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാനിവിടെ വന്നിട്ടുണ്ട് എൻ്റെ ചേച്ചിയുടെ കൂടെ. ചേച്ചി നഴ്സിംഗ് ഫൈനൽ എക്സാം ഭയങ്കര ടഫായിട്ട് ഉടമ്പടി പ്രാർത്ഥിച്ച് നല്ല മാർക്കോടുകൂടെ പാസ്സായി ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് ഞാനും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചത്. പക്ഷേ ഞാനത്ര വലിയൊരു വിശ്വാസിയോ മാതാവിൻ്റെ വലിയൊരു വിശ്വാസിയോ ഒന്നും ആയിരുന്നില്ല. അതുകൊണ്ട് ഇവിടെ എല്ലാവരും വന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെ നടക്കുന്നുണ്ട് എന്ന് കേട്ടിട്ട് അങ്ങനെ ഉടമ്പടി എടുക്കാൻ വന്നതാണ്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. 3 ദിവസങ്ങൾക്ക് ശേഷം എനിക്കൊരു എക്സാം ഉണ്ടായിരുന്നു. മാർച്ച് 29 എനിക്കൊരു എക്സാം ഉണ്ടായിരുന്നു ട്രിവാൻഡ്രം വെച്ച്. അതിനുശേഷം ഏപ്രിൽ 9 വെച്ച് ബാംഗ്ലൂർ വെച്ചൊരു എക്സാം ഉണ്ടായിരുന്നു. അങ്ങനെ 2 എക്സാം ഞാൻ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോഴൊക്കെ കാശുരൂപം ഞാൻ ഡ്രസ്സിൽ പിൻ ചെയ്ത് വെക്കും, പിന്നെ തൈലം നെറ്റിയെ തൂക്കും, അങ്ങനെ എല്ലാം ചെയ്തിട്ടാണ് പോകുന്നത്. ഏപ്രിൽ 9 എഴുതിയ എക്സാമിൻ്റെ റിസൾട്ട് എനിക്ക് ആദ്യം വന്നു. ഞാൻ മാതാവിനോട് എപ്പോഴും പറയുമായിരുന്നു, ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നവരെല്ലാം മാതാവിൻ്റെ ഓരോ പ്രസൻസ് കിട്ടി, അങ്ങനെ ഓരോ അടയാളങ്ങളൊക്കെ കിട്ടി എന്നൊക്കെ പറയും. അപ്പോൾ എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു അടയാളം തരണം, എങ്കിലും ഞാൻ വിശ്വസിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏപ്രിൽ 9 ഞാൻ എക്സാമിന് വേണ്ടി ബാംഗ്ലൂർക്ക് പോകുന്ന അന്ന് രാത്രി മാതാവിന് എനിക്ക് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ഞാനും മാതാവും എൻ്റെ വീടിൻ്റെ ആ ഒരു പരിസരത്ത് നിൽക്കുന്നതായിട്ടായിരുന്നു ഞാൻ സ്വപ്നം കണ്ടേ. അപ്പോൾ എനിക്ക് എന്തായാലും വിശ്വാസമായി, ഞാൻ എക്സാം പാസ്സാവും, എന്താണെങ്കിലും ഞാൻ പാസ്സാവും. അപ്പോൾ 1 വീക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും റിസൾട്ട് വന്നു, ഞാൻ ആ എക്സാം പാസ്സായി. പക്ഷേ അതിന് മുമ്പ് മാർച്ച് 29 ഞാൻ എഴുതിയ എക്സാം ഞാൻ പാസ്സായില്ല. ഒന്നാമത് എനിക്ക് വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് അപ്പം തന്നെ എൻ്റെ വിശ്വാസം പകുതി കുറഞ്ഞു. ഇപ്പം നേരത്തെ എക്സാം എഴുതിയത് അത് എനിക്കറിയാവുന്നത് കൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ മെറിറ്റ് കൊണ്ട് ഞാൻ പാസ്സായതായിരിക്കാം എന്നൊരു തോന്നലേക്ക് അപ്പം തന്നെ ഞാൻ പോയി, എനിക്ക് വലിയ വിശ്വാസം ഇല്ലാഞ്ഞുകൊണ്ട്. പക്ഷേ എന്നാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, എന്തിനാ വിശ്വാസം ഇല്ലാതെ ജീവിക്കുന്നത് എന്നൊക്കെ വിചാരിച്ച് ഞാൻ വിശ്വസിക്കാൻ പ്രാർത്ഥിക്കാനൊക്കെ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ജൂൺ പിന്നെ ഓഗസ്റ്റ് ഈ 2 മാസവും ഞാൻ 2 മൊഡ്യൂൾ എക്സാം എഴുതി. പക്ഷേ ഈ 2 ഞാൻ പാസ്സായില്ല. ഞാൻ പ്രാർത്ഥിച്ച് ഒരുങ്ങി തൈലമൊക്കെ ഉപയോഗിച്ച് കാശുരൂപം കൊണ്ട് തന്നെയാണ് പോയത്. പക്ഷേ ഇത് 2 ഞാൻ പാസ്സായില്ല. അപ്പം ഞാൻ എൻ്റെ ഭൗതികമായ ആവശ്യങ്ങൾ കുറച്ച് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഉടമ്പടിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എൻ്റെ ഉടമ്പടി വർക്കൗട്ട് ആകാത്തതല്ല, വർക്കൗട്ട് ആകുന്നുണ്ട്. എൻ്റെ ആത്മീയമായ ജീവിതം ഒരുപാട് ഇമ്പ്രൂവ് ആയി. ഞാൻ എൻ്റെ പേഴ്സണൽ ആവശ്യങ്ങളല്ല ഉടമ്പടിയിൽ നോക്കേണ്ടത്, മറിച്ച് കുർബാനയ്ക്ക് പോകാൻ 1 വർഷത്തോളം ഞാൻ കുർബാനയ്ക്ക് പോയിട്ട് പോലും ഇല്ല, എനിക്കങ്ങനെ വിശ്വാസമില്ലാത്ത കാരണം. പക്ഷേ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ ആത്മീയമായ ഒരുപാട് ഞാൻ വളർന്നു, എൻ്റെ വിശ്വാസക്കുറവൊക്കെ മാറി. അതിനുശേഷം ഞാൻ തീരുമാനിച്ചു, ചിലപ്പോൾ ഇതായിരിക്കില്ല എനിക്ക് പറഞ്ഞിട്ടുള്ളത്, വേറെ ആയിരിക്കാം. അങ്ങനെ ഞാൻ വേറെ ഒരു ലെവൽ എഴുതാൻ വേണ്ടിയിട്ട് എന്തോ ആരോ എനിക്ക് തോന്നിക്കുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം വിചാരിച്ചു. ഞാൻ 4 മൊഡ്യൂൾ വീണ്ടും പോയി വേറെ ലെവൽ എഴുതി നോക്കി. അന്ന് എക്സാമിൻ്റെ അന്നായിരുന്നു എൻ്റെ അമ്മയുടെ അച്ഛൻ മരിച്ചു. അപ്പോൾ അമ്മയ്ക്ക് എൻ്റെ കൂടെ എക്സാം എഴുതാൻ എൻ്റെ കൂടെ വരാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മയ്ക്ക് വരാൻ പറ്റില്ല, അപ്പം മാതാവ് എൻ്റെ കൂടെ വരണം. അങ്ങനെ ഞാൻ ആ എക്സാം എഴുതാൻ പോയി. എൻ്റെ യാത്രയിൽ ഫുള്ള് മാതാവ് കൂടെ ഉണ്ടായിരുന്നു. ആ 4 മൊഡ്യൂളും ഞാൻ പാസ്സായി. അതിനുശേഷം ഞാൻ വിസയ്ക്ക് അപ്പോയിൻമെൻ്റ് എടുത്തു. ഫെബ്രുവരിയിലായിരുന്നു അപ്പോയിൻമെൻ്റ് എടുത്തത്. പക്ഷേ 1 മാസത്തോളം സമയമുണ്ടായിരുന്നു, പ്രോസസ്സിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ എനിക്ക് ഇൻ്റർവ്യൂ ഒന്നും കിട്ടുന്നില്ല. ഇൻ്റർവ്യൂ നടത്തി കോൺട്രാക്റ്റ് കിട്ടിയെങ്കിൽ മാത്രമേ അപ്പോയിൻമെൻറ്റിന് പോയിട്ട് കാര്യമുള്ളൂ, അല്ലെങ്കിൽ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. 3 ദിവസം മാത്രം ബാക്കി നിൽക്കെ സമയച്ചുരുക്കത്തിൻ്റെ മാതാവ് ഇടപെട്ട് എനിക്ക് ഇൻ്റർവ്യൂ നടത്തി. ആദ്യത്തെ ഇൻ്റർവ്യൂ തന്നെ എനിക്ക് പാസ്സായി, ഒരു കുഴപ്പമില്ലാതെ എനിക്ക് കോൺട്രാക്റ്റ് കിട്ടി, എല്ലാം ഓക്കെ ആയി. അതിനുശേഷം ബാംഗ്ലൂരായിരുന്നു അപ്പോയിൻമെൻറ്റിന് പോയി. ഞാൻ തൈലമൊക്കെ ഉപയോഗിച്ച് പിന്നെ ഉപ്പൊക്കെ അവിടെ ഇട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് പോയത്. ഇൻ്റർവ്യൂ നന്നായിട്ട് തന്നെ പോയി. അതുവരെ എൻ്റെ ജീവിതത്തിൽ പരാജയങ്ങളായിരുന്നെങ്കിലും പിന്നീട് എൻ്റെ ജീവിതത്തിൽ കുറേ തടസ്സങ്ങളായിരുന്നു വരാൻ തുടങ്ങിയത്. തടസ്സങ്ങൾ എന്ന് പറഞ്ഞാൽ അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞു, പക്ഷേ 1 മാസത്തോളം കഴിഞ്ഞിട്ടും ഒരു ഇൻഫർമേഷനും ഇല്ല. എനിക്കാണെങ്കിൽ അവിടെ ജർമ്മനിയിൽ ജോയിൻ ചെയ്യേണ്ട ഡേറ്റും ആകാറായി. എനിക്ക് അവിടുന്ന് നല്ല പ്രഷറുണ്ട്. ഞാൻ പറഞ്ഞു, എനിക്കിനി ഈ ടെൻഷൻ അനുഭവിക്കാൻ വയ്യ. ഒത്തിരി ഞാൻ ടെൻഷൻ അടിച്ചു, കാരണം സമയം പൊക്കോണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു, എനിക്കിനി ടെൻഷൻ അടിക്കാൻ വയ്യ, അതുകൊണ്ട് ഞാനൊരു ഡേറ്റ് വെക്കും, ആ ഡേറ്റിന് എനിക്ക് തരണം, എനിക്കിവിടെ ഒന്ന് സാക്ഷ്യം പറയാനുള്ളതാണ്, ആ ഡേറ്റ് തന്നെ എനിക്ക് തരണം എന്ന് ഞാൻ വെച്ചു. ഞാൻ വെച്ച തീയതി മാർച്ച് 26 ആയിരുന്നു. മാർച്ച് 26 ഇന്നലെ രാവിലെ എനിക്ക് വിസ അടിച്ച് കിട്ടി. ഇന്നലെ ഉച്ചയായപ്പോഴത്തേക്കും വന്നു. ഞാൻ മാർച്ച് 26 വെക്കാനുള്ള കാരണം 2025 മാർച്ച് 26 ഞാൻ ഉടമ്പടി എടുത്തത്.
ഇന്നലെ കൃത്യം 1 വർഷം പൂർത്തിയായപ്പോൾ എനിക്ക് ഞാൻ വെച്ച ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കിട്ടി. അതിനുശേഷം ഇപ്പോൾ അറിയാമല്ലോ, ഇപ്പോൾ യുദ്ധത്തിൻ്റെ സാഹചര്യങ്ങൾ കാരണം ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ ഭയങ്കര എമൗണ്ടാണ്, ലക്ഷങ്ങളാണ് ഒരു വൺ വേ തന്നെ. അപ്പോൾ പ്രാർത്ഥിച്ച് അത് വളരെ ചെറിയൊരു എമൗണ്ട് തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ പറ്റി. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നെക്സ്റ്റ് വീക്ക് ഞാൻ ജർമ്മനിക്ക് പോവുകയാണ്. എനിക്ക് മാതാവ് തന്നെ ചെയ്തു തന്നാണെന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളും കൂടിയാണ്. എനിക്ക് കൃത്യം 7ാമത്തെ പേജിലാണ് എനിക്ക് വിസ അടിച്ച് വന്നേക്കുന്നത്. ഒരു സംശയമില്ല, ഇത്രയും നാൾ എൻ്റെ മെറിറ്റിൽ മാത്രമായിരുന്നു ഞാൻ വിശ്വസിച്ചുകൊണ്ടിരുന്നത്. ലൈഫിൽ തോൽവികൾ എന്താണെന്ന് അങ്ങനെ അറിഞ്ഞിട്ടില്ലാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എൻ്റെ മെറിറ്റ് മാത്രം വിശ്വസിച്ച് എനിക്കൊന്നും കിട്ടിയിട്ടില്ല. മാതാവിൽ വിശ്വസിക്കാൻ തുടങ്ങി അന്ന് മാസങ്ങൾക്കുള്ളിൽ തന്നെ എൻ്റെ വിസ അടിച്ച് ഇപ്പോൾ എനിക്ക് കിട്ടി. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി.